ഓണമെത്തിയിട്ടും പ്രവാസി ക്ഷേമ പെൻഷൻ നൽകാതെ സംസ്ഥാന സർക്കാർ 3 മാസത്തെ പ്രവാസി ക്ഷേമ പെൻഷനാണ് നൽകാനുള്ളത്. ഇതോടെ തിരുവോണ ദിനത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ കഞ്ഞി വെച്ച് പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് കേരള പ്രവാസി സംഘം. ഓണം അടുത്തെത്തിയിട്ടും സംസ്ഥാന സർക്കാർ പ്രവാസി ക്ഷേമ പെൻഷൻ നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ഇതോടെ തിരുവോണ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുമെന്ന് കേരള പ്രവാസി സംഘം പറയുന്നു. 3 മാസത്തെ പ്രവാസി ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായുള്ളത്. അടിയന്തരമായി പെൻഷൻ അനുവദിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. പെൻഷൻ അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനാ ഭാരവാഹികൾ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നുവെങ്കിലും യാതൊരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് വിമർശനം. സർക്കാർ നയം ഇങ്ങനെ ആയതോടെ പ്രവാസികളുടെ ഓണം വെള്ളത്തിലായെന്നും കുടുംബത്തിനൊപ്പം ഓണം ആഘോഷിക്കാനുള്ള പ്രവാസികളുടെ അവകാശത്തെയാണ് സർക്കാർ ഇപ്പോൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറയുന്നു. UDF സർക്കാരിന്റെ ആദ്യ ഓണക്കാലത്ത് തന്നെ പ്രവാസികൾ പെൻഷനായി ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നതിൽ കടുത്ത അമർഷം പുകയുകയാണ്. പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. പെൻഷൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് നേരത്തെ സംഘടന സൂചനാ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. 96,000 കുടുംബങ്ങളെയാണ് പെൻഷൻ മുടങ്ങിയത് നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. കൂടാതെ കോൺഗ്രസ് ലീഗ് തർക്കം കാരണം പുതിയ ഡയറക്ടർ ബോർഡും ഇതുവരെ രൂപീകരിച്ചിട്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.